നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം, ഈ നക്ഷത്രക്കാർക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോന്റെ വിഷയം. ഈ നക്ഷത്രക്കാർക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്താണിത്? ചില നക്ഷത്രക്കാരുടെ ദേഷ്യ സ്വഭാവത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. വീഡിയോയിൽ പറയുന്നത് ദേഷ്യം, ചില നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ദേഷ്യത്തിന്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്? ആരെല്ലാമാണ്? 27 നക്ഷത്രങ്ങളുണ്ട്. ഇതെല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും. ഈ 27 നക്ഷത്രക്കാർക്കും ദേഷ്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് സമർത്ഥിക്കാനൊന്നും പറ്റില്ല. കാരണം എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ജന്മത്തിന്റെ ഇതുപോലെ ഇരിക്കും. എന്നാൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവർ പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും. ചിലവരങ്ങനെയല്ല. ദേഷ്യം വന്നാലും അത് അടക്കി പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ചിലവരത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകും. ചിലവരങ്ങനെയല്ല. ചിലവരത് അപ്പം തന്നെ അതിനെതിരെ പ്രതികരിക്കുകയും അത് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർ, അവർക്ക് ദേഷ്യം വന്നാൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചില നക്ഷത്രക്കാർക്ക് ദേഷ്യം പെട്ടെന്ന് വരും. ഇതൊരു സാമാന്യമായ ഫലമായിട്ടാണ് ഞാൻ പറയുന്നത്. ദേഷ്യമല്ല, ഞാൻ പറഞ്ഞല്ലോ, ദേഷ്യം എല്ലാവർക്കും വരും. ചിലർക്ക് അത് കൂടുതലും കുറവും ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ ഏതൊക്കെയെന്ന് നമുക്ക് പറയാം. ഇതിൽ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇത് പൂർണ്ണമായും ഉണ്ടാകണം എന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകണം എന്നുമില്ല. എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാകുകയും ചെയ്യും. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ? അശ്വതി, ഭരണി, കാർത്തിക. ഇത് ആദ്യം കുറച്ച് പറയാം. അശ്വതി, ഭരണി, കാർത്തിക. ഈ നക്ഷത്രക്കാർക്ക് ഇതിലെ ദേഷ്യത്തിന് കാരണമുണ്ട്. വെറുതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? അതിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു സാമാന്യമായ കുറച്ച് അടക്കി പിടിക്കാനൊക്കെ അറിയാൻ പറ്റും. എന്നാൽ ഭരണി നക്ഷത്രക്കാരും കാർത്തിക നക്ഷത്രക്കാരും പെട്ടെന്ന് കയറി പ്രതികരിക്കും. അപ്പോൾ ഇവരുടെ നക്ഷത്രത്തിൽ നിന്ന് അഗ്നിയുടെ, അതായത് അഗ്നി തത്വ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ. അഗ്നിയായിട്ട് ബന്ധപ്പെട്ട് അഗ്നിയുടെ സ്വാധീനം ഇവർക്കുണ്ട്. ഈ പറഞ്ഞ 3 നക്ഷത്രക്കാർക്ക്. അതായത് ചൊവ്വയുടെയും സൂര്യന്റെയും സ്വാധീനം ഇവരിലുണ്ട്. അതാണ് അഗ്നിയുടെ സ്വാധീനം ഇവർക്കുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് കയറി പ്രതികരിക്കുന്നത്, ഈ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ഇവരുടെ മനസ്സിലെ സത്യസന്ധതയും, തെറ്റുകൾ കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള സ്വഭാവമാണ് പലപ്പോഴും ഇവർക്ക് ദേഷ്യമായി പുറത്തു വരുന്നത്. എന്താണ്? ഇവര് നല്ല സത്യസന്ധരാണ്. തെറ്റ് കണ്ടാൽ ഇവർക്ക് പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ദേഷ്യമായിട്ട് പുറത്തോട്ട് വരുന്നത്. ഈ നക്ഷത്രക്കാരെ കൂടാതെ ഇനി ചില നക്ഷത്രങ്ങളുണ്ട്. അത് മകം, മൂലം. ഇത് കേതുവിന്റെ നക്ഷത്രങ്ങളാണ്. കേതുവിന്റെ നക്ഷത്രമാണ് മകം, മൂലം. ഇനി ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ്. അവിട്ടമുണ്ട്. അവിട്ടവും ചൊവ്വയുടെ നക്ഷത്രമാണ്. അപ്പൊ ചിത്തിരയും അവിട്ടവും ചൊവ്വയുടെ നക്ഷത്രമാണ്. ഉത്രം, ഉത്രാടം. ഇത് സൂര്യന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ്. ഇനി വേറെ ഉണ്ട് മകീര നക്ഷത്രം. ഇത് ചൊവ്വയുടെ നക്ഷത്രം കൂടിയാണ്. പിന്നെ പൂയം, അനിഴം, ഉത്രട്ടാതി.
പൂയം, അനിഴം, ഉത്രട്ടാതി. ഇത് ശനിയുടെ നക്ഷത്രമാണ്. അപ്പൊ ചില പാപഗ്രഹങ്ങൾ, അപ്പൊ സൂര്യനും ചൊവ്വയും അതേപോലെ തന്നെ ശനിയും കേതുവും ഒക്കെ പാപഗ്രഹങ്ങളാണ്. ഈ പാപഗ്രഹങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രങ്ങൾക്കാണ് ഇത് കൂടുതൽ എഫക്റ്റീവായി വരുന്നത്, അതായത് ദേഷ്യം കൂടുതൽ വരുന്നതെന്ന് സാമാന്യമായി ചുരുക്കമായി പറയാം. സാമാന്യത്തിൽ ചുരുക്കമായി ഇങ്ങനെ പറയാം, ഈ ഗ്രഹങ്ങളിലെ നക്ഷത്രങ്ങൾക്കാണ് കൂടുതൽ ഇതുപോലെ ദേഷ്യം വരികയും അത് അടക്കാൻ പറ്റാണ്ട് വരികയും ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വൈകാരികമായ തീവ്രത കൂടുതലുള്ളത് കൊണ്ടും തങ്ങളെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോഴോ ഇവർ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോഴോ തന്റെ ലക്ഷ്യങ്ങളിൽ തടസ്സങ്ങൾ വരുമ്പോഴും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും നീതികേടുകളോ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോഴോ ഒക്കെയാണ് ഇവർ പെട്ടെന്ന് ദേഷ്യ സ്വഭാവം കാണിക്കുന്നത്. ഇവർ ദേഷ്യ സ്വഭാവം കാണിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ അവഗണിക്കപ്പെടുമ്പോഴും, പല രംഗത്തും ഇവർ അവഗണിക്കപ്പെടുമ്പോഴും ഇവർ പെട്ടെന്ന് ദേഷ്യക്കാരായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഇവർക്കുണ്ടാവുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ വരും. മനസ്സിലായ? അതായത് ഈ പാപഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ ഇവർക്ക് ദേഷ്യം വന്നാൽ പെട്ടെന്ന് അത് പിടിച്ചു നിർത്താൻ സാധിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ചിലവർ പറയുന്നത് ഇവർക്ക് മൂക്കത്താണ് ദേഷ്യം എന്ന് പറയും. മൂക്കത്താണ് ദേഷ്യം. അല്ലെങ്കിൽ ഇവരെ മുൻചുണ്ടിക്കാരെന്ന് പറയും. മുൻചുണ്ടി എന്നൊക്കെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ ശുദ്ധ പാവങ്ങളാണ്. ഈ നക്ഷത്രക്കാർ ശുദ്ധ പാവങ്ങളാണ്. അതും ഇവരായിട്ട് അടുത്ത് പെരുമാറുന്നവർക്ക് മനസ്സിലാവും ഇവരെങ്ങനെയുള്ളവരാണ്. ഇവര് ദേഷ്യം കാണിക്കുമെങ്കിലും ഇവര് ശുദ്ധ പാവങ്ങളാണ്. സത്യസന്ധന്മാരോ സത്യസന്ധതയുള്ളവരോ ആയിരിക്കാൻ സാധ്യതയാണ് ഇവർക്ക് കൂടുതലുള്ളത്. ഇവര് സത്യസന്ധന്മാരും അല്ലെങ്കിൽ സത്യസന്ധതകളോ ആയിരിക്കും ഈ നക്ഷത്രക്കാർ. ഇവർ പരോപകാരികളുമായിരിക്കും. ഇവര് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല പരോപകാരങ്ങൾ ചെയ്യുന്നവരുമാണ്. ശുദ്ധന്മാരാണ്. മറ്റുള്ളവരുടെ ഒരു വിഷമം കണ്ടാൽ അവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരും കൂടിയാണ് ഈ നക്ഷത്രക്കാര്. ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റാണ്ട് വരും. അപ്പൊ പെട്ടെന്ന് കയറി ഇവര് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് ഇവര് പെട്ടെന്ന് ചില കാര്യങ്ങളിൽ ചൂടാവുന്നത്. ഇവര് ചൂടാവുന്നത് പോലെ തന്നെ ഇവർ തണുക്കുകയും ചെയ്യും. ഇവര് പരിശുദ്ധന്മാരും പരിശുദ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും സത്യസന്ധരുമാണ് ഇവര്. ഒരു കുഴപ്പമില്ല. ഇവര് വിശ്വസിക്കാവുന്നവരാണ്. ഇവര് ചതിക്കില്ല. മനസ്സിലായോ? ഇവര് ചതിക്കില്ല. ഇവര് എന്ത് കാര്യമാണെങ്കിലും അത് ഇപ്പൊ തന്നെ വെട്ടി തുറന്നങ്ങോട്ട് പറയും. ആ ഒരു സ്വഭാവമുള്ളതിന്റെ പേരിലാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ വന്നു കൂടുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ വേറെ വിധത്തിൽ മറ്റുള്ളവരെ സ്വത്ത് അപഹരിക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്താനോ ഉള്ള ഉദ്ദേശമൊന്നും ഇവർക്കില്ല. ഇവർ കണ്ട കാര്യം അപ്പൊ തന്നെ ഞങ്ങൾ പറയും. അതാണ് ഇത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവർ ശുദ്ധന്മാര് തന്നെയാണ്.
ചില നക്ഷത്രക്കാരുണ്ട്, ഇവര് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ചില നക്ഷത്രം അടക്കി പിടിച്ചിരിക്കും, പറയൂല. ഇപ്പൊ പാമ്പിനെ പോലെയാണ്. ചില പറയൂല, നിങ്ങളെ മൂർഖനെയാണ് നോവിച്ച് വിട്ടേക്കണേ എന്നൊക്കെ പറയൂല. അതേപോലെ ഇവര് തക്കം പാർത്തിരിക്കും. അവസരത്തിനൊത്ത് ആ സമയത്ത് അവര് തിരിച്ചടിക്കും. അങ്ങനെയുള്ള നക്ഷത്രക്കാരുണ്ട്. അതൊക്കെ വേറെ വീഡിയോയിൽ ഞാൻ പറയാം. ഇത് സത്യസന്ധരായി ഇത്തിരി ദേഷ്യ സ്വഭാവം കാണിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവര്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.